ഹായ്. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഒരു ഡോക്ടറായിട്ടേ ഞാൻ വെളിയിലേക്ക് വരത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്ന ഒരു കുഞ്ഞാണ് മരിച്ചു പോയേക്കുന്നത്. അപ്പം വളരെയധികം സാമ്പത്തികമായിട്ട് പിൻതള്ളി നിൽക്കുന്നവരും എല്ലാ രീതിയിലും ഉള്ള ഒരു കുടുംബത്തിലെ ഒരു പ്രതീക്ഷയായിരുന്നു ഈ കുട്ടി. അപ്പം ഈ ഉന്നതകുലരും ഒക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്ന് അതൊക്കെ നമ്മളിങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരുമ്പം ഈ കേരളത്തിനോടൊക്കെ പുച്ഛം തോന്നുക. രക്ഷപ്പെട്ട് ഓടിയല്ലോ എന്ന് ഓർക്കുമ്പോൾ അത്രയ്ക്ക് മോശമായിട്ടാണ് കുട്ടികളൊക്കെ പറയുന്നത് കേട്ട്. നിന്നെ കണ്ടു കഴിഞ്ഞാൽ കോളനി പാണത്തെ പോലാണ്, നിന്നെ എന്തുവാ. ഞാനതല്ല ആലോചിക്കുന്നത്. ഈ കുട്ടികൾ പോയി അവർ അച്ഛനും അമ്മയോടും പറയത്തില്ലേ, ഇങ്ങനുണ്ട് അമ്മേ അല്ലേ അച്ഛാ ഇങ്ങനുണ്ട് എന്ന് പറയത്തില്ലേ? അങ്ങനെ പറയാനും അങ്ങനെ ഈ ക്രൂരതകളെല്ലാം പോയി പറയുമ്പോൾ അച്ഛനും അമ്മയും നീ ആ ക്രൂരതയെല്ലാം അനുഭവിച്ച് അവിടെ തന്നെ അങ്ങ് പഠിച്ചോടാ എന്ന് പറയുമോ? എന്ത് കുട്ടികളെ ഫസ്റ്റ് അതാണ് കുട്ടികൾ ചിലപ്പോൾ വിശ്വസിക്കത്തില്ലായിരിക്കും അച്ഛനും അമ്മയെ കുട്ടികൾ പറയാം. അതല്ലെങ്കിൽ കുട്ടികൾ പറഞ്ഞാലോ നീ കുറച്ച് ക്ഷമിച്ച് സഹിച്ചിരിയടാ അവർ സാറല്ലേ എന്നൊക്കെ പറഞ്ഞ് പാരൻസ് ഭയങ്കരമായിട്ട് എന്തു പറയുന്നേ, കുട്ടികൾക്ക് അഡ്വൈസ് കൊടുക്കുമായിരിക്കും. അതും അല്ലെങ്കിൽ എന്താ പറയുന്നത്, പിന്നെ നമുക്ക് എങ്ങനെയും പഠിച്ച് ഡോക്ടറാവണ്ടേ അതുകൊണ്ട് സഹിക്ക് അങ്ങനെ പറയും. ഇതല്ലെങ്കിൽ ഞങ്ങൾ വന്ന് അവിടെ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ അവരുടെ നോട്ടപ്പുള്ളിയാവും. പിന്നെ നിന്നെ ഒരിക്കലും അവർ ജീവിക്കാൻ അനുവദിക്കാതെ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറ്റും. അതുകൊണ്ട് നീ സഹിച്ചു പോ, 2 3 അല്ലെങ്കിൽ വർഷങ്ങളല്ലേ സഹിച്ചു പോ എന്നൊരു അഡ്വൈസ് ഈ അച്ഛനും അമ്മയും കൊടുത്തു കാണുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ സാധാരണ ഇത്രയും ക്രൂരതകളൊക്കെ അനുഭവിച്ചുകൊണ്ട് കുട്ടികളൊക്കെ അവിടെ നിൽക്കുമോ? പല കുട്ടികളിപ്പോൾ എല്ലാത്തിനെയും അടിച്ചമർത്തി വെച്ചതായിരിക്കും. എല്ലാവരെയും ആരും വെളിയിലോട്ട് വരാൻ ഇപ്പോൾ സാധാരണ ഒരു കോളേജിലോ സ്കൂളിലോ ഒരു കുട്ടി മരിച്ചു കഴിഞ്ഞാൽ അവിടെ ആ സ്കൂളിൽ പഠിച്ച ടീച്ചേഴ്സും പിന്നെ എന്താ പറയുന്ന കുട്ടികളും ഒക്കെ വരാറുണ്ട്. പക്ഷേ ഈ ഒരു അവിടെ ആരെയും കണ്ടില്ല. കോളേജിലെയും രാഷ്ട്രീയക്കാർ പോലും അവിടെ ഇല്ലായിരുന്നു. ഇലക്ഷനൊക്കെ കഴിഞ്ഞു പോയില്ലേ. ഞാൻ അന്ന് രാവിലെ തൊട്ട് ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചൊരു പ്രാധാന്യവും ആ ഒരു ന്യൂസിന് കൊടുത്തില്ല. പക്ഷേ ഇവർ ആ പിന്നെ കൊച്ചിനെ കൊണ്ടുവരുന്നു മറ്റുള്ള കാര്യത്തിനെക്കുറിച്ച് അത്രയ്ക്കും ഒന്നും കാണിച്ചില്ല. ചിലയിടത്തൊക്കെ ആണെങ്കിൽ ഫുൾ അവിടെ തന്നെ അങ്ങ് ആയിരിക്കും അങ്ങ് ഉള്ളത്. ഏഷ്യാനെറ്റൊന്നും അവിടുന്ന് പോകത്തേ ഇല്ല ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ. ഇതിനാണ് മുഖ്യത്വം കൊടുക്കേണ്ടത്. ഇതിനാണ് ഏറ്റവും കൂടുതൽ. കാരണം ക്രൂരമായിട്ട് അതിക്രൂരമായിട്ട് ഇനി കൊന്നതാണോ എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു കൊച്ച് പിന്നെ മരിച്ചു പോയേക്കുവാണ്. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുത്ത് ഇവരൊക്കെ ഈ ന്യൂസുകാരെല്ലാം കൂടെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് നിന്നാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പല കാര്യങ്ങളും എത്ര വലിയ ആളായാലും ചെറിയ ആളായാലും അവരെയൊക്കെ വെട്ടി തുറന്ന് കാണിക്കണം. ഇവരിങ്ങനെ പണമുള്ളവരെയും ഉന്നതകുലരെയും അങ്ങനെയുള്ളവരെ എന്തോരം ലാഭമുള്ളത് നോക്കിയാണ് ഈ ചാനലുകാരെല്ലാം പോകുന്നത്. അതിനൊന്നും അല്ലാതെ വലുതോ ചെറുതോ ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെയും മുന്നോട്ട് ജീവിക്കാനായിട്ട് മറ്റുള്ളവർ സമ്മതിക്കത്തില്ല. ഗ്രൂപ്പ് ചേർന്ന് ആക്രമിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഈ പല പത്രക്കാരും ഒക്കെ വിചാരിച്ചിട്ടുണ്ടല്ലോ പല കേസുകളും പുഷ്പം പോലെ ജയിച്ചു കൊണ്ടുവരിക. അവരൊക്കെ പലതും ഇവരൊക്കെ ഉണ്ടായത് കൊണ്ടാണ് പലതും ഇത്രയെങ്കിലും വെളിയിലോട്ടൊക്കെ വരുന്നത്. പിന്നെ പലതും പലർക്കും വേണ്ടി മറച്ചു വെക്കും. ഇവരൊക്കെ മറച്ചു വെക്കും. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ട് കണ്ട് എനിക്കങ്ങ് പേടിയാവുമോ സത്യം പറഞ്ഞാൽ. ഇങ്ങനെയൊക്കെ ഉണ്ടോ? കുട്ടികൾ ഇത്രയും ക്രൂരതയൊക്കെ ചെയ്യുന്നവരും ഉണ്ടായിരിക്കുമോ? ഇനി മക്കളുടെ സ്കൂളിൻ്റെ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരിക്കും. കുട്ടികൾ പറയാതിരിക്കുന്നതാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം ഈ കുട്ടികൾക്കെല്ലാം പ്രത്യേകിച്ച് കൊണ്ടുപോയി വല്ല സ്കൂളിലെ ടുട്ടു അമേദി അപ്പം വേറെ കൗൺസിൽ എന്തോലും കൊടുത്ത് കൊച്ചിനെ അവരുടെ മനസ്സിലുള്ളതെല്ലാം കണ്ടുപിടിക്കണമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവരെയും ആവശ്യത്തിനുള്ള എന്ന് വെച്ചാൽ 4 പേരോട് സംസാരിക്കാനുള്ള നല്ല ഒരു എന്താ പറയുന്നത്, നിന്ന് സംസാരിക്കാനായിട്ടും എന്തും വായിക്കാനായിട്ടും കുറച്ച് പഠിപ്പൊക്കെ അത്രയൊക്കെ മതിയെന്ന് തോന്നുന്നു. ഒരു ഡിഗ്രി എന്തെങ്കിലും എടുത്ത് അങ്ങനെ അങ്ങ് തീർത്താൽ ഒരു പ്രൊഫഷണൽ കോഴ്സായിട്ട് പഠിക്കാനോ ഒന്നും പോകാൻ പാടില്ലെന്നാണ് തോന്നുന്നത്. അതാകുമ്പോൾ 5 6 വർഷങ്ങൾ പഠിക്കണം. അത്രയും വർഷങ്ങൾ പോകുന്നു. ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് ജീവിക്കുന്നതായിരിക്കും നല്ലത്. ഒന്നുമില്ലെങ്കിലും നല്ല ഒരു എന്താ പറയുന്നത്, നമുക്കങ്ങ് ജീവിച്ചാൽ പോരെ. എന്തിനാണ് എന്താ പറയുന്നത്, ഒരു പലചരക്ക് കട ഇട്ടാൽ പോലും ഓരോരുത്തർക്ക് ഇപ്പം തന്നെ സൂപ്പർ മാർക്കറ്റ് അത് ഇതൊക്കെ ഓരോരുത്തർ ഇടുന്നില്ലേ. അതൊക്കെ ഇട്ട് ജീവിക്കുക. എന്തോരം ബിസിനസ് തനിയെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം. ഈ ഇങ്ങനത്തുള്ള വലിയ ഡോക്ടറാവണോ അല്ലെ അതാവണോ ഇതാവണോ എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരാൾക്ക് അടിമയായിട്ട് അവർ പറയുന്നതും കേട്ട് തല കുനിച്ച് നിൽക്കണം. പണ്ട് ഞാനും ഇങ്ങനെ ആയിരുന്നു. ഞാനും ഒരു പാരാമെഡിക്സ് കോഴ്സ് പഠിക്കാനായിട്ട് പോയായിരുന്നു. പോയി കഴിഞ്ഞിട്ട് പകുതിയൊക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു നമ്മൾ വേറൊരാളുടെ അടിമയാണ്. ഇനി ഇവിടെ ഒരു നിമിഷം നിൽക്കാൻ പാടില്ല. തിയറിയൊക്കെ കംപ്ലീറ്റ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാനങ്ങ് ഇട്ടിട്ട് പോരുന്നു. എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പം എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം ഈ കാര്യം അറിയാം. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കത്തില്ലെന്നും പറഞ്ഞാണ് ഞാൻ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പം
അതൊക്കെയാണ്. ആർക്കും അങ്ങനെ ആർക്കും അടിമയൊന്നും അല്ല. ഇപ്പൊ ഈ കുട്ടിയുടെ കാര്യം ഇങ്ങനെ ആലോചിക്കും. ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. പല കുട്ടികളും വെളിയിലോട്ട് വന്ന് ആ ഒരു ദുഷ്ടത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ ഇയാളൊരു മനുഷ്യൻ തന്നാണോ? ഞാനൊക്കെ ആയിരുന്നു എത്ര വയസ്സ് ചെറുതായാലും എനിക്ക് ഭയങ്കര ഞാൻ സത്യം പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കരമായിട്ട് എതിർത്ത് സംസാരിക്കുകയും എൻ്റെ സ്കൂളിലുള്ള ആൾക്കാർക്ക് എൻ്റെ കൂടെയുള്ള ആൾക്കാർക്കും ടീച്ചേഴ്സിനും ഒക്കെ ചിലപ്പം കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാം. എതിർത്ത് സംസാരിക്കുകയും കാരണം ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അവിടെ കയറി എന്നെ ആരും അഡ്വൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്നെ എന്തേലും പറയുകയോ ഞാൻ സമ്മതിക്കത്തില്ല. അത്രയ്ക്ക് മോശമായിട്ടൊരു കാര്യവും ഞാൻ ചെയ്യത്തുമില്ല. അപ്പം അവരവർ ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം എന്നുള്ള ഒരു ചിന്താഗതിക്കാരിയാണ് ഞാൻ ചെറുത് തൊട്ടേ. അപ്പം ഈ കുട്ടിക്ക് പിന്നെ ഒന്നും അല്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട നിൻ്റെല്ലാം അടിമയായിട്ട് പക്ഷേ ആ കുട്ടി അങ്ങനെ പറഞ്ഞ് വെളിയിൽ പോയാലും വീട്ടുകാർ സമ്മതിക്കത്തില്ല. നീ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ കോളേജിൽ പഠിക്കുന്ന പല കുട്ടികളും പഠിക്കാതെ വെളിയിലൊക്കെ ചുറ്റി നടക്കുന്നതിനുള്ള കാരണം ഇവരൊക്കെ ആയിരിക്കും. ഇവരൊക്കെ എന്തിനാണ് ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ഡോക്ടർ ആവണോ അല്ലെങ്കിൽ ഒരു ആയിട്ടിരിക്കുന്ന ഒരാള് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുന്നത് അവർക്ക് യൂസ് ആവുന്ന മാതിരി ജീവിച്ച് മരിക്കണം. ഈ ടീച്ചേഴ്സൊക്കെ മനുഷ്യന് ഭയങ്കരമായിട്ട് യൂസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരൊരു ദൈവത്തിൻ്റെ ഒരു അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്താ പറയുന്നത് അപ്പോൾ അവരെല്ലാം അവർക്ക് ആ റെസ്പെക്റ്റ് ലോങ് ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ ഇവർ കുട്ടികളോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് പോകണം. പോയാലേ അത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ആ ടീച്ചറോ അതങ്ങനെ ഈ ടീച്ചറോ ഇതിങ്ങനെ എന്നൊക്കെ. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ എന്നെയൊക്കെ പഠിപ്പിച്ച എല്ലാ ടീച്ചറും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. എന്തൊരു സ്നേഹമായിരുന്നു. എല്ലാവരും ഭയങ്കര സ്നേഹമായിട്ടുള്ള ടീച്ചറായിരുന്നു. വഴക്ക് പറയുകയോ ഒന്നുമില്ല. എനിക്കൊന്നും അന്നത്തെ കാലം അതായിരുന്നു. ഇങ്ങനത്തുള്ള അനാവശ്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഇന്നത്തുള്ള ഒരു ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന എല്ലാത്തിനും അതുപോലെ കുട്ടികളെ പീഡിപ്പിക്കുന്നു. അതും ഒരു സൈഡിൽ കൂടെ ചെറിയ ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്നു. പിന്നെ വൃത്തികെട്ട മെസ്സേജ് അയക്കുന്നു. പിന്നെ തുണി പറിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ടീച്ചറുകൾ കാണിക്കുന്നത്. ഞങ്ങൾക്കൊന്നും അങ്ങനത്തുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ കേട്ടിട്ട് പോലുമില്ല, കണ്ടിട്ട് പോലുമില്ല. എൻ്റെ കാലഘട്ടത്തിൽ ഒരു ടീച്ചർ ഒരു കുട്ടിയെ കയറി പിടിച്ചെന്നോ അല്ലെങ്കിൽ എന്തോ പറയുന്നത് തുണി അഴിച്ച് കാണിച്ചെന്നോ ഇന്ന് അതൊക്കെയാണ് കാണിക്കുന്നത്. എന്താണ് അതിന് കാരണം? ഇവരെയൊക്കെ ഭയങ്കരമായിട്ട് ഒരു മെൻ്റൽ ഷോക്കെല്ലാം കൊടുത്തായിരിക്കണം ഇങ്ങോട്ട് വിടണമെന്ന് തോന്നുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് കാലങ്ങൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയുള്ള കുട്ടികളോട് നല്ലതായിട്ട് അവർ പഠിക്കുന്ന കാലത്തോളം അവർ കുട്ടികൾ തന്നെയാണ് എത്ര വയസ്സായാലും ശരി. അപ്പോൾ എന്താ പറയുന്നത് അവരോട് നല്ലതായിട്ട് പാരൻസ് എന്തുവാണ് പ്രശ്നം നിനക്ക് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് പോകാം ഇവിടെ വേണ്ട നിൽക്കണ്ട എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുവന്നിടണം. അല്ല അവരുടെ ജീവൻ കളഞ്ഞിട്ട് എന്തോ പ്രയോജനം? ഇത് ഈ അടുത്ത ഇപ്പം കൂടുതലും കൂടെ പഠിക്കുന്ന കുട്ടികളായിരിക്കും ഡിസ്റ്റർബ് ചെയ്യുന്നത്. ഇതിപ്പോൾ ടീച്ചേഴ്സ് ആ കോളേജിൽ ഒരൊറ്റ ടീച്ചർ ഇല്ലെന്നാണ് പറയുന്നത് നല്ല ടീച്ചർ. ഇവർക്ക് പഠിപ്പിക്കുന്നത് പല്ലിനെ കുറിച്ചല്ലേ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ എന്തോന്നാ ഉള്ളത്? ഞാൻ എൻ്റെ കാര്യത്തിൽ ഇപ്പം എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണ് കേട്ടോ. അപ്പോൾ അടങ്ങി ഒതുങ്ങി എന്തെങ്കിലും വലിയ വലിയ MBBS ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഒത്തിരി പഠിക്കാമെന്ന് വെക്കാം. ഇതൊന്നും അല്ലല്ലോ ദന്തൽ ഡോക്ടർ അല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇത്ര കാര്യങ്ങൾ. ഇതെല്ലാം കണ്ട് രാവിലെ തൊട്ടിരുന്ന് ഈ ന്യൂസുകളെല്ലാം കാണുന്ന എനിക്ക് ജോലിയാണ്. പിന്നെ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ നല്ലതായിട്ട് ഉള്ള ആൾക്കാർ നല്ലതായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം കണ്ടിട്ട് എനിക്കും കൂടുതൽ സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അത്രയും സംസാരിക്കാനൊന്നും എനിക്കറിയത്തില്ല. ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ സാധാരണ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരമ്മ സംസാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. സത്യം പറഞ്ഞാൽ എൻ്റെ മകനെ എന്തോരമായിരുന്നു ഞാനന്ന് സത്യം. എനിക്ക് പലതും അങ്ങനെ തോന്നാറുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് ഈ അമേരിക്കയിലെ എവിടെയോ കണ്ടില്ലേ മകളെ റേപ്പ് ചെയ്ത് കൊന്ന് മനുഷ്യൻ അവന് കോടതി വിചാരണയ്ക്കോ എന്തോ ഈ കോടതിയിൽ ഇങ്ങനെ നിൽക്കത്തില്ലേ കൂട്ടിനകത്ത് കയറി നിന്നിട്ട് അങ്ങനെ നിന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് അച്ഛൻ വെടിവെച്ചു. അപ്പം അപ്പം നമ്മുടെ പ്രതീക്ഷയെല്ലാം പോയി. പിന്നെ അവനൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് നടക്കുമ്പോൾ നമ്മളെ കുഞ്ഞില്ലാത്ത നമ്മളിങ്ങനെ നോക്കിയിരിക്കണോ? പച്ചയായിട്ട് പറയുന്നില്ല പറഞ്ഞു. ഒന്നാമത് പല കാര്യങ്ങളും പച്ചയായിട്ട് പറയുന്നു പറഞ്ഞു ഭയങ്കര പ്രശ്നമാണ്. എന്തായാലും ആ കുട്ടിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും കുട്ടികൾ ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതെല്ലാം ആർത്തിണക്കവും വരും. എന്നാലും പേടിയുള്ള സാറന്മാരൊക്കെ ഇപ്പോഴേ ആലോചിച്ചിരുന്നോണം. ഈ കുട്ടികൾ പ്രതികരിക്കണം, കയറി അടിക്കണം. കുട്ടികൾ ഗ്രൂപ്പ് ചേർന്ന് കയറി അടിക്കണം. ഇവനോട് നീ എന്തിനാണ് ഇത്ര അനാവശ്യം പറയുന്നത്? നിനക്ക് എന്തിൻ്റെ സൂക്കേടാ എന്ന് പറഞ്ഞുകൊണ്ട് കയറി അടിച്ചെന്ന് വെച്ചു. ടീച്ചറെല്ലാം അടങ്ങും. അത് കേസായി പ്രശ്നമായി വലിയ പ്രശ്നമായിട്ട് പോയി കഴിയുമ്പോൾ എല്ലാ ടീച്ചറും ഇങ്ങനത്തുള്ള ടീച്ചറൊക്കെ ഇങ്ങനെ കുറച്ച് അടക്കം ഒതുക്കത്തിലൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വരും. അപ്പോൾ അതൊക്കെയാണ് കുട്ടികൾ തന്നെ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും. എന്തായാലും താങ്ക് യു.